സ്ഥാപനത്തിനു വേണ്ടി കഴിഞ്ഞ 13 വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുക. ആ സ്ഥാപനത്തിന് തറക്കല്ലിടുന്ന ദിവസം തന്നെ എന്നെ നിരാശനാക്കിയില്ലേ അവൾ? അവളെ തുണ്ടും തുണ്ടുമായി വെട്ടിയെരിഞ്ഞ് ആ പ്ലാന്റേഷന് ബലികർമ്മം ചെയ്യുക വേണ്ടത്. താനൊന്ന് അടങ്ങണം. തൻ്റെ ഈ വിഷമം കാണാനല്ല ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നത്. ബെല്ലാരി, കത്തികൾ ചെയ്യാത്ത ജോലി തോക്കുകൾ ചെയ്യും, തോക്കുകൾ ചെയ്യാത്ത ജോലി ബോംബുകളും ചെയ്യും, ബോംബുകളും ചെയ്യാത്ത ജോലി എൻ്റെ മകൻ ചെയ്യും. ഡാ സാർ, ദുബായിൽ നിന്ന് അവനെ വിളിപ്പിക്കേ. ശരി സാർ. ഇനി അലവല്ലാതെ വരാത്ത കുഴപ്പമാണ്. പവറുണ്ട്, പോലീസുണ്ട്, ആവശ്യത്തിന് റൗഡികളുമുണ്ട്. എല്ലാരും ഉണ്ടായിട്ട് എന്താണ് പ്രയോജനം? പോലീസിലും ചെക്ക് പോസ്റ്റിലും എല്ലാം അലേർട്ട് ചെയ്തിട്ടുണ്ടാ. അലേർട്ട് ചെയ്യേണ്ടത് ഇതിനെ എല്ലാം നമ്മുടെ സ്വന്തമാകുന്നത് വരെ ഇവിടെ ഞാൻ ഇനി നിൽക്കണ്ട. ദൂരേക്ക് പോ എന്ന് പറഞ്ഞ് ഇത്ര നാളും എന്നെ ദുബായിൽ നിർത്തി. എന്നിട്ടിപ്പോ എന്തായി? എയർപോർട്ട് ടച്ച് ചെയ്യാതെ, ബസ് സ്റ്റേഷനുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ പോകാതെ, ചെക്ക് പോസ്റ്റുകളിൽ ഒന്നിലും പെടാതെ എങ്ങനെയാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്? വിടില്ല ഞാൻ, അവളെ വിടില്ല ഞാൻ. അവർ ഈ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും ഈ ദേവനവരെ കണ്ടുപിടിച്ചിരിക്കും. ഡിസ്കവറി ചാനൽ കണ്ട് ഫോറസ്റ്റ് ട്രാവലിംഗ് വളരെ റൊമാൻറ്റിക് ആവുന്ന കരുതിയത്. ഇതിപ്പോ എനിക്ക് കാല് വേദനിച്ചിട്ട് വയ്യ. ഏയ്, മോളിൽ നിന്റെ അച്ഛൻ ചേച്ചിന്ന് താഴെനായുള്ള ആൾക്കാരും ഏത് വഴി പോയാലും റോഡെത്തുന്ന ആർക്കറിയാം. അതിനിടയ്ക്ക് അവളുടെ റൊമാൻസും. വാ നടക്ക്. കുഴിയാണ്, പോണ്ട. എനിക്ക് വെള്ള താമരപ്പൂ ഒരുപാട് ഇഷ്ടമാണ്. പ്ലീസ് ഒരെണ്ണം പൊട്ടിച്ചു തരൂ. എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്കും കൂടി തരാവോ? ഒന്നുമില്ല. അത്രയ്ക്ക് ഇഷ്ടമാണോ ഇത്? ജീവന്. നിനക്കോ? ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഇഷ്ടമാണ്. അതാരാ പെൺകുട്ടി? ചൈത്രു, അങ്ങോട്ട് നോക്ക്. എന്താ അത്? പുകയാണോ മഞ്ഞാണോ? പുകയാ. ടൗൺ ആണോന്നറിയില്ല. എന്തായാലും ആൾ താമസം ഉണ്ട് അവിടെ. എന്റെ അമ്മേ, എങ്കിൽ എനിക്ക് ഫുഡ് കിട്ടും. ഒരു ഫോൺ കിട്ടിയാൽ മതിയായിരുന്നു. വാ. എടോ, ചിപ്സിന് എത്രയാ? 10 രൂപ. 10? 1 രൂപയ്ക്ക് കിട്ടില്ലേ? ഇല്ല. ശരിക്കും കിട്ടില്ലേ? ഇല്ലടേ. ഇല്ലെന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലേ? ഡെവലപ്പ് ആവടേ മണ്ടൻ. ഫോൺ ചെയ്യാൻ എന്താ വഴി? ഇന്നത്തെ സ്പെഷ്യൽ മട്ടൻ ചില്ലി, വാട്ടർ ഫ്രീ. ആദ്യം ഞാനാ വന്നത്. ആദ്യം ഇവിടെ കൊണ്ട് വെക്കടാ വെള്ളം. വരുത്തന്മാർക്കല്ല ആദ്യം കൊടുക്കേണ്ടത്. ലോക്കൽസാ ഫസ്റ്റ്. ഞാൻ ലോക്കലാടാ. 1/2 സെക്കൻഡിനുള്ളിൽ ഇഡലി എന്റെ മുമ്പിൽ ഉണ്ടാവണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ കടയേ ഇല്ലാതാവും. ചെല്ല്. നിങ്ങൾക്ക് എന്ത് വേണം സാർ? ഫോണുണ്ടോ? ഞാനുണ്ട്. പഞ്ച? അല്ല സാർ, കോച്ചിങ്ങാ. ഇവരോടൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ? അതൊക്കെ പോട്ടെ, എനിക്ക് അർജന്റ് അടുത്ത് ഫോൺ ചെയ്യണം. ഫോൺ ആ ഫെസിലിറ്റി അയാളുടെ കയ്യിലേ ഉള്ളൂ. പക്ഷെ ബില്ലടച്ചാലേ അയാൾ സെല്ല് തരൂ. ശരി, ഫാസ്റ്റ് ആയി പോയി. ഹലോ, ഫാസ്റ്റ് ആയി പോയി 4 റൊട്ടിയും ഒരു എഗ് മസാല എടുത്തോണ്ട് വാ. ഇന്ന് സാറ്റർഡേ ഞാൻ മുട്ട കഴിക്കില്ല. ശരി, പിന്നെന്താ വേണ്ടേ? എനിക്കൊരു ചില്ലി ചിക്കൻ മതി. ഇപ്പോഴല്ലേ മുട്ട തിന്നില്ലെന്ന് പറഞ്ഞത്? അതിന്റെ അമ്മയെ തിന്നാം. വേഗം എടുത്തോ. ഇതെന്താടാ, ഫ്രഷ് അല്ലേ? റീഫ്രഷ്. ഓ ശരി, ചട്നി ഇതാ. ചട്നി ഇഡ്ഡലിയുടെ അടുത്താ വേണ്ടത്.
ഓക്കെ. ചേട്ടാ ഫുഡ് ഓർഡർ ചെയ്തു, ഇനി ആ ഫോണും തരൂ. ഓഹോ, ഫോണാ? അത്യാവശ്യമായിട്ട് എനിക്ക് ഒരാളെ ഫോൺ ചെയ്യാനുണ്ട്, ചെയ്തിട്ട് തരാം. ഹലോ സാർ, നിങ്ങൾ തന്ന ഫോട്ടോയിലുള്ളവർ എന്റെ കടയിലുണ്ട് സാർ. ഞങ്ങൾ ഫോട്ടോ ഫോട്ടോ വന്നപ്പോഴാ ഞാനാ കൊടുത്തത്. ആ പറ, ശ്രീശൈലം ഫോറസ്റ്റിനുള്ളിലുള്ള പഞ്ചാബി ഡാബയിലാണ്. എന്തെങ്കിലും പറഞ്ഞ് അവരെ അവിടെ നിർത്താൻ നോക്ക്. നിങ്ങൾ വേഗം പറഞ്ഞേ സാർ. ആ ഹലോ, അവരിപ്പോ ഫോറസ്റ്റിനടുത്തുള്ള പഞ്ചാബി ധാബയിലുണ്ട്. അനിയ, ദാ അനിയ, ആവശ്യത്തിന് സംസാരിച്ചോ, Thank you. ധൃതി വെക്കണ്ട. Thank you, boss. യു ആർ വെൽക്കം ബോസ്. നീയോ? അതെ ബോസ്, ഞാൻ തന്നെ. നിർത്തണ വണ്ടി. റാസ്കൽ, എവിടായിരുന്നാ നീ? നിന്റെ നമ്പറിലേക്ക് വിളിച്ച് വിളിച്ച് എനിക്ക് ഭ്രാന്തായി. പൈസ എടുക്ക. എന്താടാ ചിരിക്കുന്നേ? എന്താ അവളെന്നെ പ്രേമിക്കുന്നു നിനക്കിപ്പോഴും വിശ്വാസമായില്ലല്ലേ? ചൈത്ര, നീ എന്നോട് ഐ ലവ് യു പറയേണ്ടത് ഇവന്റെ മുമ്പിൽ വെച്ചാ. നീ പറ, എന്തെങ്ങനെ നോക്കുന്നേ? നിനക്ക് വേണ്ടി ഞാൻ എത്ര റിസ്ക് എടുത്തെന്നും നീ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഞാൻ എങ്ങനെ പാസ്സായതെന്ന് ഓർത്ത് നോക്കിയിട്ട് പറ. ഞാനെന്താ ജോക്കറാണോ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കാൻ? ഹോസ്പിറ്റലിൽ എന്റെ അച്ഛൻ മരണത്തോടെ മല്ലടിച്ചുകൊണ്ടിരിക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞു, നിന്റെ അച്ഛൻ സേഫാ. വിശ്വാസമായില്ലേ രാജ്? എടാ മോനെ, ചെറുപ്പം മുതലേ നീ ബെറ്റ് വയ്ക്കുമ്പോ ജീവൻ കൊണ്ടുള്ള ആ കളി കണ്ട് ഞാൻ ഭയക്കുമായിരുന്നു. എന്നാലിപ്പോ ആ കളിയാ എന്റെ ജീവൻ രക്ഷിച്ചത്. സമയത്ത് തന്നെ പണവുമായി നിന്റെ സുഹൃത്ത് വന്നതുകൊണ്ട് നിനക്ക് നിന്റെ അമ്മയുടെ കണ്ണീര് കാണേണ്ടി വന്നില്ല. എന്താടാ ഇത്? ബെറ്റ് ഞാൻ ജയിച്ചോന്നറിയാതെ. നീ ജയിക്കുമെന്ന് ഈ ബെറ്റ് കെട്ടുമ്പോഴേ ഞങ്ങൾക്കറിയായിരുന്നു രാജ്. ഈ ബെറ്റിനെ കുറിച്ച് നിനക്കെങ്ങനെ അറിയാം? ആക്ച്വലി ഈ ബെറ്റ് വെപ്പിച്ചത് ഇവളാ. അതെ രാജ്, നീ നിന്റെ അച്ഛന് വേണ്ടി എന്റെ ജീവിതത്തിലേക്ക് വന്നു എന്നാണോ? അല്ല, ഞാൻ എനിക്ക് വേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നു. 13 വർഷങ്ങളായി പരാജയം മാത്രം അറിഞ്ഞ് ജീവിച്ച എനിക്ക് എന്നും വിജയം മാത്രം നേടുന്ന നിന്നോട് ആരാധനയാണ്. ഒരു ബന്ധമില്ലാത്ത ആർക്കെങ്കിലും ഒക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോ നിന്നിലെ നന്മ ഞാൻ മനസ്സിലാക്കി. ആയുധങ്ങളുമായി നിന്ന സെക്യൂരിറ്റിയുടെ നടുവിൽ വെച്ച് ലെറ്റർ തന്നപ്പോ നിന്റെ ധൈര്യം എനിക്കിഷ്ടമായി. എന്റെ വീട്ടിൽ കയറുവെന്ന് എനിക്ക് ഫ്ലവർ തന്നപ്പോ നിന്റെ ചങ്കുറ്റം എനിക്കിഷ്ടമായി. എന്റെ ജീവിതത്തിൽ ഒരു ദിവസം മുഴുവൻ ഫ്രീ ആയി എൻജോയ് ചെയ്യാൻ അവസരം തന്നപ്പോ നിന്റെ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടമായി. ഇന്ന് രാവിലെ അച്ഛന്റെ ഓപ്പറേഷൻ ആണെന്ന് അറിഞ്ഞിട്ട് പോലും അപകടത്തിലായ പെൺകുട്ടിയെ കൈവിടാതിരുന്നപ്പോ നിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കി. 1000 പേരിൽ ഒരാൾക്കുണ്ടാവുന്ന മനോധൈര്യം നിനക്കുണ്ട്. 1000 പേരിൽ ഒരാൾക്കുണ്ടാവുന്ന വാശി നിനക്കുണ്ട്. 1,00,000 പേരിൽ ഒരാൾക്കുണ്ടാവുന്ന ബുദ്ധിയും നിനക്കുണ്ട്. അതുകൊണ്ടാ
ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്തും ചെയ്യുന്ന എന്റെ ക്ലാസ്മേറ്റ് ജെയിംസിനെ നിന്റെ അടുത്തേക്ക് അയച്ച് ബെറ്റിന് വേണ്ടി എന്തും ചെയ്യുന്ന നിന്നെ കൊണ്ട് ബെറ്റ് വെപ്പിച്ചത്.